മോളെ, നിന്നെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിവോ ഓർമ്മയോ ഉണ്ടെങ്കിൽ നീ ഒരു കംപ്ലൈന്റ് എഴുതി വെച്ചേക്ക്. ഞാൻ SP യെ വിളിച്ച് പറയാം. ഇത് കുട്ടിക്കളിയല്ലല്ലോ. അങ്ങനെ നെല്ലിശ്ശേരി കുടുംബത്തിലെ ഒരാളെ ദ്രോഹിച്ചിട്ട് ഒരുത്തനും വെറുതെ നടക്കണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിലേ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. നീ എന്താ എങ്ങനെ നിൽക്കുന്നു? വിവാഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? നീ പേടിക്കണ്ടടാ, അത് നടക്കില്ല. ചിലർക്ക് ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോ അത് അനുഭവിച്ച് മനസ്സിലാക്കിയോട്ടെ എന്ന് കരുതിയാ ഞാൻ തന്നെ അച്ഛനോട് അതേപ്പറ്റി പറഞ്ഞത്. നീ എന്തായാലും ചെല്ല്, ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ട നീ. അതിബുദ്ധി ആപത്താന്ന് എന്റെ മുത്തശ്ശി അന്ന് പറഞ്ഞത് ശരിയായില്ലേ? അനിയത്തിക്ക് കഴിക്കാൻ വല്ലതും എടുത്തു കൊടുക്ക്. ചേച്ചി ബുക്ക് ചെയ്ത ബട്ടർ ചിക്കൻ തിന്നാൻ പറ്റിയില്ല. പോയി വല്ലതും കഴിക്ക്. എന്നിട്ട് നടക്കാത്ത വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണും. എന്റെ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മോള് നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതങ്ങനെയല്ലേ വരൂ കമലേ. തെറ്റ് ചെയ്യാത്തവരെ ദൈവം ശിക്ഷിക്കില്ല. ഇതിലൊന്നും ദൈവത്തിന് ഒരു പങ്കുമില്ല. അർച്ചനയെ പ്രതിയാക്കാൻ അവർ തന്നെ ഉണ്ടാക്കിയതാവൂതല്ല. ഇപ്പൊ എന്തായാലും എല്ലാം അവസാനിച്ചല്ലോ. ഇനി അതിന്റെ പുറകെ നമ്മൾ ഇറങ്ങണ്ട. അതെ, അവന്തിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതിപ്പോ അവക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. എങ്കിലും ആ പെണ്ണ് എന്തൊരു പണിയാ കാണിച്ചത്. ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി റൂം എടുത്ത് ഒറ്റയ്ക്ക് പോയി താമസിക്കാന്നൊക്കെ പറഞ്ഞ. എന്റെ മോളങ്ങനെ ആയിരിക്കണം. ഞാൻ നല്ല നുള്ളു വെച്ച് കൊടുത്തേനെ. നീ ഇനി അത് പറഞ്ഞുകൊണ്ട് കിടക്കണ്ട. ആരോ തട്ടിക്കൊണ്ടുപോയെന്ന അർച്ചന മോൾ എല്ലാരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. റൂം എടുത്തതും ഒറ്റയ്ക്ക് താമസിച്ചും ഒക്കെ നമുക്കേ അറിയൂ. ഓ, എന്നാലും ഇത് എന്തോന്ന് ഒരു മര്യാദയൊക്കെ വേണ്ടേ? അല്ല, ഇവിടെ തന്നെ മരുമോൾ ഇവിടെ പോയി. ഇതറിഞ്ഞിട്ട് പുറത്തേക്ക് കാണാനേ ഇല്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ എന്തായടി? ഞാൻ പറഞ്ഞതല്ലേ എന്റെ മക്കൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോ നിന്റെ ഭർത്താവിന് വരെ നിനക്ക് സംശയം. അവരിങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. നീ അവരെന്ന് പറയുന്നത് ആരെയാ? അവന്തികയോ? അവന്തിക പറയുന്നത് നീ എന്തിനാ കേൾക്കുന്നത്? നിനക്ക് അവിടുത്തെ കാര്യം വല്ലതും അറിയാനുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചു ചോദിച്ചാ പോരെ. നീ എന്താ അത് ചെയ്യത്തെ? പേടിച്ചിട്ടാ. പോലീസും അന്വേഷണവുമായി നടക്കുന്ന അർച്ചനയെ വിളിച്ച അവസാനം ഞാനും കൂടി കുടുങ്ങിയാലൊന്ന് പേടിച്ചിട്ടാ. ഒന്നാമത് അനൂപേട്ടനെ വരെ സംശയം അവർക്ക്. അവന്തികയോട് ഞാൻ എന്തുമാത്രം കരഞ്ഞു പറഞ്ഞിട്ടാന്നറിയോ പോലീസ് വന്നപ്പോ ഇവിടെയുള്ളവരുടെ പേര് പറയാതിരുന്നത്. അവന്തികയുടെ അങ്ങനെ ഒരു സൗജന്യം ഇവിടെ ആർക്കും വേണ്ടെങ്കിലോ? പേര് പറഞ്ഞാൽ ഉടനെ ഇവിടെയുള്ള എല്ലാവരെയും കൊണ്ട് ജയിലിലിടൂ. എടാ, ഇവൾക്ക് ഇവിടെയുള്ള ആരെയും വിശ്വാസമില്ല. അത് തന്നെ കാര്യം. ഇപ്പൊ നീ പറഞ്ഞതും കരുതിയതും ഒന്നും ശരിയല്ലാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേന്ന്? മതി, ഇനി ഇതിന്റെ പേരിലോട്ട് വഴക്ക് വേണ്ട. വഴക്കല്ല മാഷേ, ഇവളുടെ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞതാ. എന്റെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് മാറ്റിയാ മതി. ആ പെണ്ണിനെ കിട്ടിയ സ്ഥിതിക്ക് നാളെയോ മറ്റന്നാളോ അതിന്റെ വിവാഹം ഉണ്ടാവും. നമ്മളായിട്ട് അത് മുടക്കാൻ നിൽക്കണ്ട. ഒന്നാമതൊരു പ്രശ്നം ഇപ്പൊ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയതേ ഉള്ളൂ.
പിന്നെയും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവരെ തീ തീറ്റിക്കരുതെന്ന് അർച്ചനയോട് ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്ക്. അർച്ചന, അത് പിന്നെ സച്ചേട്ടന് പറയാൻ മടിയാണെങ്കിൽ പറയണ്ട. എനിക്കറിയാം കാര്യം എന്താന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു മുൻവിധിയോടും കൂടി ആരെയും പഴിക്കരുത്. അതെന്നെന്നല്ല, ആരെയും. അനഘയെ കണ്ടെത്തിയപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ സച്ചേന്റെ മുഖത്തെ ഈ പശ്ചാത്താപം. മറ്റന്നാളാ വിവാഹം നിശ്ചയിച്ചിരുന്നത്. നാളെ രാത്രിക്കകം അനഘ ഇവിടേക്ക് വരുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഇന്ന് ഞാൻ കണ്ടുപിടിക്കാമെന്ന് വാശി പിടിച്ചത് ഞാനല്ല ഇത് ചെയ്തതെന്ന് സച്ചേന് ബോധ്യം വരാന്. വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കണ്ട. സംശയത്തിന്റെ നിഴലിൽ സച്ചേൻ എന്നെ നിർത്തുമ്പോഴാ ചുട്ടുപൊള്ളുന്നത്. എനിക്കറിയാം, ഞാൻ തന്നെ സംശയിച്ച് ഓരോന്ന് പറയുമ്പോൾ തനിക്ക് താങ്ങാൻ പറ്റാത്ത വിഷമം ഉണ്ടാവുന്നു. താനാണ് അനഘയെ കടത്തിക്കൊണ്ട് പോയെന്ന് അവന്തികടുത്ത് സംശയം പറഞ്ഞപ്പോൾ മനസ്സ് തകർന്നുപോയി. ശരിക്കും അനഘയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീയാണ് അർച്ചന. അറിഞ്ഞോ അറിയാതെയോ തനിക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. അത് എല്ലാവരും കൂടി പിന്നീട് തന്നെ കുറ്റക്കാരിയൊക്കെ എന്ന ഭയം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. സത്യം കണ്ടറിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ മനസ്സുകൊണ്ട് 1000 മാപ്പ് ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തന്നോട് കാണിച്ചതിനൊക്കെ മാപ്പ് പറഞ്ഞ് തന്നെ വീണ്ടും ഞാൻ ചെറുതാക്കുന്നില്ല. നമുക്കിടയിൽ എന്തിനാ സച്ചേട്ടാ തെറ്റിദ്ധാരണയും പശ്ചാത്താപവും മാപ്പുപറച്ചിലൊക്കെ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇനിയും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ സച്ചേട്ടൻ വഴക്ക് പറയണം, ശാസിക്കണം, പിണങ്ങിയിരിക്കണം. ഇതൊക്കെ മറ്റൊരു തരത്തിൽ എന്നോടുള്ള സ്നേഹ. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചൊരു ഭർത്താവിനെ സച്ചേട്ടനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സച്ചേട്ടൻ അറിയാതെ എനിക്ക് തരുന്നതാ. അതിൽ ഞാൻ സന്തോഷവതിയാ. സച്ചിദാനന്ദനില്ലാതെ അർച്ചനയ്ക്ക് ഒരു പൂർണ്ണതയില്ല. സച്ചിയില്ലാത്ത ജീവിതം അർച്ചനയ്ക്ക് ശൂന്യ. അതാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. എനിക്കൊരു പരിഭവമില്ല. ശരിയാ താൻ പറഞ്ഞത്. തെറ്റിദ്ധാരണയാണ് മനസ്സ് നീർന്ന കുറ്റബോധത്തിന് കാരണമാകുന്നത്. നമുക്കിടയിൽ കുറ്റബോധം ഉണ്ടാകേണ്ട ഒരവസ്ഥ ഇനി വരാതിരുന്നാൽ മതി. പിന്നെ എൻ്റെ പെരുമാറ്റത്തിൽ തനിക്കൊരു ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും തോന്നുന്നുവെങ്കിൽ, അത് തനിക്ക് സന്തോഷം തരുന്നുവെങ്കിൽ, താൻ ആ സന്തോഷം അനുഭവിച്ച് തന്നെ ജീവിക്കണം. അറിയാതെയാണെങ്കിലും തൻ്റെ സന്തോഷത്തിന് ഞാൻ കാരണമാകുന്നത് വലിയ കാര്യമല്ലേ? ഇപ്പം മനസ്സിന് വല്ലാത്ത ആശ്വാസമുണ്ട്. അനഘയെ കണ്ടപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, തന്നോട്
തന്നോട് എന്താ ഞാൻ പറയേണ്ടതെന്ന്. അതിനൊരു അവസാനമായ സ്ഥിതിക്ക് താൻ പോയി റെസ്റ്റ് എടുക്ക. ഈ പ്രശ്നങ്ങൾ കാരണം നേരെ ചൊവ്വ ഉറങ്ങിയിട്ട് 2 ദിവസമായില്ലേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. സച്ചേട്ട പോയി റെസ്റ്റ് എടുത്തോ. ഇനി താനെന്താ ആലോചിക്കുന്നേ? പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഇല്ല, അനഘയെ കണ്ടുപിടിച്ചതോടുകൂടി എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ലല്ലോ. പ്രശ്നങ്ങൾക്കിടയ്ക്ക് അത് നമ്മൾ സംസാരിച്ചില്ലെന്നേ ഉള്ളൂ. നാളെ കഴിഞ്ഞ് മറ്റന്നാളാ അനഘയുടെ സന്ദീപിന്റെ വിവാഹം. താനിപ്പോഴും മുടക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇപ്പോഴൊന്നല്ല, എപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. ഇന്നത്തെ പോലെ അതിനും സച്ചേട്ടൻ എന്റെ കൂടെ നിൽക്കണം. നമ്മളെല്ലാവർക്കും വാക്കുകൊടുത്തതല്ലേ. തന്റെ മനസ്സിൽ എന്തെങ്കിലും വഴി തെളിയുന്നുണ്ടോ? ആരെ വിഷമിപ്പിക്കാതെ ഇത് മുടക്കാൻ? ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തവരെ മനുഷ്യനായിട്ട് ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. ആ ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരും. സന്ദീപും ആതിരയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. അതിന് ഞാൻ നിമിത്താവുകയും ചെയ്യും. നമ്മളെ സ്നേഹിക്കുന്നവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ തന്നെ. ഹോ, കിളി പറന്നു എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അർച്ചനയുടെ ആടിയിൽ ശരിക്കും എനിക്കത് മനസ്സിലായി. പിന്നെ കിട്ടിയത് എനിക്കാണെങ്കിലും അത് ചേച്ചിക്കും കൂടെ ഉള്ളതാ. അതെനിക്കറിയാം. അവളുടെ ആ കൈ വീണത് നിന്റെ മേലിലാണെങ്കിലും വേദന എനിക്ക് തന്നെയാ. നിന്റെ ദേഹത്തെ കൈവച്ച് അവളെ കൊന്നു കളയേണ്ടതാ. പക്ഷേ നമ്മൾ ചെയ്തതെല്ലാം അവൾ വിളിച്ചു പറയുന്ന കരുതിയാ. എന്റെ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അവള്. സകല ഉടായ്പും അവൾക്കറിയാം. അതിനിടയിൽ ചേച്ചിയുടെ അനാവശ്യ തട്ടിക്കൊണ്ടുപോകൽ ബുദ്ധിയും അവൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള മണ്ടത്തരങ്ങളും. ഇങ്ങനെ ആണേല് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എല്ലാം ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിലുള്ള അവളുടെ പെർഫോമൻസ് കണ്ടില്ലേ? ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ചേച്ചിയായിരുന്നു എന്നാ ഇന്നലെ വരെ ഞാൻ കരുതിയത്. പക്ഷെ ചേച്ചിക്കിനി 2ാം സ്ഥാനം കിട്ടൂ. ഈ പോക്കാണെങ്കിൽ സന്ദീപിനെ എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്റെ മുന്നിൽ കൂടി അവൻ ആതിരയും കൊണ്ട് പോവുകയും ചെയ്യും. നീ അത് വിട്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് അവൾ എങ്ങനെയോ അറിഞ്ഞു. ഞാൻ താമസിച്ച ഹോട്ടലിലേക്ക് ചേച്ചി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ അതേ ഫുഡുമായിട്ട് അവര് വന്നത്. ഇപ്പൊ ഏകദേശം എല്ലാം മനസ്സിലായില്ലേ? അല്ലെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളം കോരിക്കൊണ്ടുവന്ന് നെല്ലിശ്ശേരി എന്ന ഈ വീടിന്റെ പടിക്കൽ കൊണ്ടുവന്ന് കളവിട്ട് ഉടയ്ക്കുന്ന സ്വഭാവം ചേച്ചിക്കുള്ളതാ. ഇനിയുള്ള പദ്ധതികൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അതിന് അർച്ചന ആണ്ട പടലം പൂട്ടണം. നമ്മുടെ കാര്യത്തിൽ അവൾ ഇടപെടരുത്. അതിനിപ്പം എന്താ ഒരു വഴി? വഴി ഞാൻ പറഞ്ഞെന്നാ മതിയോ? നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞെന്നാ മതിയോന്ന്. അത് വളരെ എളുപ്പമല്ലേ? നിങ്ങള് മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് അതിത്തിരി പാടുള്ള കാര്യമാണ്. ശ്രമിച്ചു നോക്ക്. ഇനി നിങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ സാരമില്ല. ഇനി അങ്ങോട്ട് എന്റെ ശ്രമവും അതിനു വേണ്ടി തന്നെയാണ്. ഡേ, ഇപ്പൊ ഒന്ന് ജയിച്ചൊന്ന് കരുതി നീ കൂടുതൽ ഷോ ഇറക്കല്ലേ. ഇവളുടെ ദേഹത്ത് നീ കൈവച്ചിട്ട് ഇപ്പോഴും നീ 2 കാലിൽ നിൽക്കുന്നത് നിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതിയാൽ മതി. ആ ഭാഗ്യം
എപ്പോഴും നിന്നെ പിന്തുണയ്ക്കുമെന്നും നീ ജയിക്കുമെന്നും കരുതേ വേണ്ട. നമുക്കിടയിൽ എന്ത് ജയവും തോൽവിയും അവന്തിയെടുത്തി. നമ്മൾ മൂന്നുപേരും പുറത്തുനിന്ന് ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയവരാ. അവകാശം ഒരുപോലെയാണെന്ന് ഞാൻ കരുതിയിട്ടേയില്ല. എന്നും നിങ്ങൾ എൻ്റെ ഒരുപടി മുകളിലായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചില പ്രവൃത്തികളും ആലോചനയും എന്നെക്കാളും എത്രയോ താഴെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർച്ചനയ്ക്കും അവന്തിയേക്കും ഈ വീട്ടിൽ ഒരേ അവകാശം വേണമെന്ന് ഞാനിപ്പോൾ വാശി പിടിക്കുന്നത്. ആ വാശി നല്ലതല്ല മോളെ. ആന കുറച്ച് മെലിഞ്ഞൂന്ന് കരുതി തൊഴുത്ത് കെട്ടില്ല ആരും. ഇന്ന് നിന്റെ ഒരു പടി മുകളിൽ തന്നെ അവന്തിക. അതങ്ങനെ തന്നെ നിലനിർത്താൻ എന്ത് ചീപ്പ് കളി കളിക്കുകയും ചെയ്യും. എനിക്കെതിരെ എല്ലാ ചീപ്പ് കളിയും കളിക്കണം. അതെന്തായാലും എങ്ങനെയായാലും സാരമില്ല. നമ്മൾ തമ്മിലുള്ളത് ഈ വീട്ടിൽ ആരും അറിയില്ല, സച്ചിയേട്ടൻ പോലും. കാരണം നിങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. എന്നെ അറിയുന്നവരെപ്പോഴും എന്നെ പറയുന്ന കുറ്റം ഞാൻ ബോൾഡ് അല്ല എന്നുള്ളതാ. ബോൾഡ് ആകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ക്യാരക്ടറിന് വ്യതിയാനം സംഭവിച്ചെന്ന് വരാം. അത് സാരമില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്രമാത്രം കരഞ്ഞിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ധർമ്മം ജയിക്കാൻ കുറച്ചൊക്കെ അധർമ്മവും ആകാന്ന്. ഇനി അതിന്റെ വാല് പിടിച്ച അർച്ചന ഓരോന്നും ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ വന്നത് ഇതൊന്നും പറയാനായിരുന്നില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അനഘയോടൊരു തെറ്റ് ചെയ്തു. അതിനൊരു സോറി പറയാൻ വന്നതാ. അപ്പൊ എന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സോറി പറയുന്നില്ല. അത് പെൻഡിങ്ങിലിരിക്കട്ടെ. നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നിങ്ങളായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി തരുന്ന മട്ട. അപ്പോ എല്ലാം കൂടി ചേർത്ത് പിന്നീട് ഒരുമിച്ചൊരു സോറി പറയാം. നീ ഒന്ന് നിന്നേ. നീ പണ്ട് കേട്ട മുത്തശ്ശി കഥയുടെ ഓർമ്മയും കൊണ്ട് എനിക്കെതിരെ ഇറങ്ങല്ലേ. ആയുസ് മുറിയുന്നുണ്ട്. മുത്തശ്ശി ഒരുപാട് കഥകൾ നിനക്ക് പറഞ്ഞു തന്നതാണ്. ഇത് നീ കേട്ട കഥകളേക്കാ വലിയ ലോകമാ. മുത്തശ്ശി എനിക്ക് വേറൊരു കഥയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി നിസ്സാരമായിട്ടൊരു വിവാഹം മുടക്കുന്ന കഥ. അടുത്തതായി എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ പോകുന്ന കഥ അതാണ്. വിവാഹം മുടക്കുന്ന കഥ. അതുകൊണ്ട് രണ്ടുപേരും ഒന്നുകൂടി ഇരുത്തി ഒന്ന് ആലോചിക്ക്, എന്നിട്ടിറങ്ങ് പോരിന്. ഹലോ, എന്തായി അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ? ആ കുഴപ്പമൊന്നുമില്ല. അവന്തിക പ്ലാൻ ചെയ്ത പരിപാടി പൊളിഞ്ഞല്ലേ? ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അർച്ചന ആളങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതി നിസ്സാരമായി അവളെ കാണരുതെന്ന്. എങ്ങനെയെങ്കിലും ഈ വിവാഹം വരെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു നോക്കി. സത്യം പറയാലോ, അവന്തികയേക്കാൾ വാശിയായി ഈ വീട്ടിലുള്ളവർക്ക്. ആ അനക്ക തിരിച്ചു വന്നതറിഞ്ഞ് എല്ലാവരും കൂടി എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഞാനിപ്പോ വിളിച്ചെന്തിനാന്നറിയോ? ആ എന്താ പുതിയ പ്ലാൻ വല്ലതും ഉണ്ടോ? പുതിയതൊന്നുമല്ല, പഴയത് ഒന്ന് ഓർമ്മിപ്പിക്കാനാ. നാളെയാണ് വിവാഹം.
ഞാനന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. ആതിര ഈ വിവാഹത്തിന് വരരുതെന്നല്ലേ? അതെ, എന്തിനി സംഭവിച്ചാലും വരരുത്. വരില്ല. ആ കാര്യം ഞാൻ ഏറ്റു. ശരി. പിന്നെ അവന്തിക, അവന്തിക അനഘയെ ഒന്ന് സൂക്ഷിച്ചോണേ. എന്തിന്? അർച്ചന ഈ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ? അല്ല, അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് ഇപ്പൊ അവന്തികയായിട്ട് തന്നെ അവക്ക് കാണിച്ചു കൊടുത്തില്ലേ? ഇനി അവന്തികയെ തന്നെ അവള് ചിലപ്പോ കെട്ടിയിട്ടാലോ? അപ്പോഴും ഈ വിവാഹം മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ സൂക്ഷിച്ചോളാം. മീര, ഞാൻ പറഞ്ഞ പണി ചെയ്. അതെപ്പോഴേ ഓക്കെ. ആദ്യം ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, പിന്നെ അത് നടന്നില്ലെങ്കിൽ മാത്രം എന്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. എന്തെങ്കിലും ചെയ്യ. അവള് വരാതിരുന്നാ മാത്രം മതി.